Good morning, students. Hope all of you are fine. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നിങ്ങൾ പ്രീവിയസ് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ബൈ ഹാർട്ട് ആക്കിയോ? എല്ലാവരും പഴയ ചാപ്റ്റേഴ്സ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യുകയോ വേണം. നമുക്ക് നമ്മുടെ യൂണിറ്റിലേക്ക് പോവാം. ഹോപ്പ് ഓൾ ഓഫ് യു ആർ സേഫ്. എല്ലാവരും സേഫായിട്ട് വീട്ടിലുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 3rd മോഡ്യൂളിലെ 4th യൂണിറ്റാണ്. 4th യൂണിറ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ്. നമ്മൾ ഇത്രയും നാളിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതെല്ലാം പഠിച്ചു. ഇനി നമ്മൾ അക്കൗണ്ടിങ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര് ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ്. Accounts. An account is a form in which financial transactions are recorded and summarized. അക്കൗണ്ട് എന്താണ്? അതൊരു ഫോമാണ്. സാധാരണ നമ്മൾ ടി ഫോമിലാണ് അക്കൗണ്ട്സ് എഴുതുന്നത്. ഇറ്റ്സ് എ ഫോം ഇൻ വിച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, എല്ലാ സാമ്പത്തിക ഇടപാടുകളും അവിടെ റെക്കോർഡ് ചെയ്ത് എഴുതി രേഖപ്പെടുത്തി വയ്ക്കുക. അത് നമ്മൾ എഴുതി റെക്കോർഡ് ചെയ്ത് വയ്ക്കുക മാത്രമല്ല, അത് നമ്മൾ സമ്മറൈസ് ചെയ്യുകയും വേണം. അത് നമ്മൾ സംഹരിക്കുകയും വേണം. സംഗ്രഹിച്ച് നമ്മളതിനെ കറക്റ്റ് കണക്കാക്കി നമ്മളതിനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. An account is a form in which financial transactions are recorded and summarized. Increases and decreases in an account are calculated and the resulting amount is the account balance. അക്കൗണ്ട് ബാലൻസ് എന്താണ്? വർദ്ധിക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ്സ്, അതായത് ഗസ്റ്റിന് എന്തെങ്കിലും എക്സ്പെൻസ് അവിടെ ഉണ്ടെങ്കിൽ അക്കൗണ്ട് കൂടും, വർദ്ധിക്കും. അതേപോലെ എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ഗസ്റ്റ് നമ്മൾ ഹോട്ടലിലേക്ക് തരുകയാണെങ്കിൽ ഗസ്റ്റിൻ്റെ അക്കൗണ്ട് കുറയും. അപ്പോൾ ഇൻക്രീസും ഡിക്രീസും ഒരു അക്കൗണ്ടിലെ ഇൻക്രീസും ഡിക്രീസും നമ്മളവിടെ കണക്കാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട്, ഈ രണ്ടിൻ്റെയും കൂടെ ബാലൻസ് ഏതാണോ വരുന്നത് അതാണ് അതിൻ്റെ അക്കൗണ്ട് ബാലൻസ്. മനസ്സിലായോ? അതായത് ഗസ്റ്റ് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് തരുമ്പോൾ ഗസ്റ്റിൻ്റെ അക്കൗണ്ട് സ്വാഭാവികമായിട്ടും ഗസ്റ്റ് തരേണ്ട ബാലൻസ് സാധാരണ കുറയും. ഗസ്റ്റ് അവിടെ എന്തെങ്കിലും എക്സ്പെൻസസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഗസ്റ്റിൻ്റെ ലാസ്റ്റ് റിസൾട്ടിങ് എമൗണ്ട് കൂടിക്കൊണ്ടുവരിക്കും. അതാണ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഇൻ എൻ അക്കൗണ്ട് ആർ കാൽക്കുലേറ്റഡ് ആൻഡ് ദ റിസൾട്ടിങ് എമൗണ്ട് ഇസ് ദി അക്കൗണ്ട് ബാലൻസ്. അതാണ് എൻ്റെ ബാലൻസ്. ഇൻ എൻ അക്കൗണ്ട് ദി ചാർജസ് which increases the account balance are entered on the left side. അതായത് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് എന്തെങ്കിലും എക്സ്പെൻസസ് ഗസ്റ്റ് അവിടെ ചിലവാക്കുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഗസ്റ്റ് എന്തൊക്കെയാണോ അവിടെ എക്സ്പെൻസസ് ഗസ്റ്റിന് വന്നത് അത് നമ്മൾ ഈ ഫോമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതും, ഇടത് സൈഡിൽ എഴുതും. അതേപോലെ ദി പേയ്മെൻറ്റ്സ് which decreases the account balance are entered on the right side. ഗസ്റ്റ് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ഹോട്ടലിലേക്ക് തരികയാണെങ്കിൽ ആ അക്കൗണ്ട് ഗസ്റ്റിൻ്റെ ഫൈനൽ എമൗണ്ട് കുറയും. അത് ഏത് സൈഡിൽ എഴുതും? പേയ്മെൻറ്റ്സ് എല്ലാം നമ്മൾ റൈറ്റ് സൈഡിലും എഴുതും. ഗസ്റ്റിൻ്റെ എക്സ്പെൻസസ് ലെഫ്റ്റ് സൈഡിലും ഗസ്റ്റിൻ്റെ പേയ്മെൻറ്റ്സ് റൈറ്റ് സൈഡിലും നമ്മൾ എഴുതുന്നത്. ഫ്രണ്ട് ഓഫീസ് പ്രിപ്പയർസ് different accounts for recording guest transactions. ഫ്രണ്ട് ഓഫീസ് പലതരം റെക്കോർഡ്സ് ആണ് ഈ ട്രാൻസാക്ഷൻ, അതായത് ഇടപാടുകൾ എഴുതാൻ പലതരത്തിലുള്ള അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഫ്രണ്ട് ഓഫീസ് പ്രിപ്പയർസ് ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് ഫോർ റെക്കോർഡിംഗ് ഗസ്റ്റ് ട്രാൻസാക്ഷൻസ്. അതേതൊക്കെയാണ്? ഗസ്റ്റ് അക്കൗണ്ടും നോൺ ഗസ്റ്റ് അക്കൗണ്ടും. ഫ്രണ്ട് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന മെയിൻ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഗസ്റ്റ് അക്കൗണ്ടും നോൺ ഗസ്റ്റ് അക്കൗണ്ട്സും. ഗസ്റ്റ് അക്കൗണ്ട്. എ ഗസ്റ്റ് അക്കൗണ്ട് ഇസ് എ റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ദാറ്റ് അക്കർ ബിറ്റ്വീൻ എ ഗസ്റ്റ് ആൻഡ് ദി ഹോട്ടൽ. ഗസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക ഇടപാട്. ആരുടെയൊക്കെയാ? ഗസ്റ്റിൻ്റെയും ഹോട്ടലും തമ്മിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും നമ്മൾ ഗസ്റ്റ് അക്കൗണ്ടിൽ എഴുതും. അതിനാണ് ഗസ്റ്റ് അക്കൗണ്ട് ഇസ് എ റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് that occur
between a guest and the hotel. Guest accounts are created when guests guarantee their reservation or when they register at the front desk. ഗസ്റ്റ് ഹോട്ടലിൽ ഗ്യാരൻറ്റീഡ് ഉറപ്പായിട്ടും ഗസ്റ്റ് വരും എന്ന് റിസർവേഷൻ ചെയ്താൽ ഒന്നുകിൽ അപ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ഗസ്റ്റ് അറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഗസ്റ്റ് അറൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഗസ്റ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഗസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് അവിടെ എന്ത് ഓപ്പൺ ചെയ്യും? ഗസ്റ്റിൻ്റെ ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഗസ്റ്റിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഗസ്റ്റ് അക്കൗണ്ട്സ് ആർ ക്രിയേറ്റഡ് വെൻ ഗസ്റ്റ് ഗ്യാരൻറ്റീസ് ദ റിസർവേഷൻ ഓർ വെൻ ദേ രജിസ്റ്റർ അറ്റ് ദി ഫ്രണ്ട് ഡെസ്ക്. ഗസ്റ്റ് വരുന്ന സമയത്താണ് നമ്മൾ ഗസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഡ്യൂറിങ് ഓക്യുപ്പൻസി ദി ഫ്രണ്ട് ഓഫീസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ റെക്കോർഡിംഗ് all transactions affecting the guest account. ഡ്യൂറിങ് ഓക്യുപ്പൻസി എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് അവിടെ താമസിക്കുന്ന കാലയളവിൽ, ഗസ്റ്റ് അവിടെ താമസിക്കുന്ന സമയത്ത് ഫ്രണ്ട് ഓഫീസാണ് എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്താൻ ഉത്തരവാദി. ഹി ഈസ് റെസ്പോൺസിബിൾ. ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന സ്റ്റാഫ് അല്ലെങ്കിൽ കാഷ്യറാണ് റെസ്പോൺസിബിൾ. എല്ലാ ഇടപാടുകളും കൃത്യമായി ഗസ്റ്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് റെസ്പോൺസിബിൾ ആയാലാണ് അതിനകത്ത് ഉത്തരവാദി. ദ ഫ്രണ്ട് ഓഫീസ് യൂഷ്വലി സീക്സ് പേയ്മെൻറ്റ് ഫോർ എനി ഔട്ട്സ്റ്റാൻഡിംഗ് ഗസ്റ്റ് അക്കൗണ്ട് ബാലൻസ് ഡ്യൂറിങ് ദി ഡിപ്പാർച്ചർ ഓഫ് ദി ഗസ്റ്റ്. എൻ്റെ അർത്ഥം എന്താണെന്ന്, എപ്പോഴും ഗസ്റ്റ് ഡിപ്പാർച്ചർ ചെയ്യുമ്പോൾ അല്ലെ ഗസ്റ്റ് പോകുമ്പോൾ, ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബാലൻസ് കിട്ടാനുണ്ടെങ്കിൽ അതവർ ചോദിച്ച് മേടിച്ചിരിക്കും. ദ സീക്ക് പേയ്മെൻറ്റ്സ്, എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഗസ്റ്റിനോട് അവർ പറയും. ഗസ്റ്റിനോട് പറയുമ്പോൾ ഗസ്റ്റ് ആ പേയ്മെൻറ്റ്സ് നടത്തും. ഗസ്റ്റ് നടത്തിയിട്ടേ ഗസ്റ്റിനെ ചെക്കൗട്ട് ചെയ്യാൻ സാധാരണയായി സമ്മതിക്കാറുള്ളൂ. ദി ഫ്രണ്ട് ഓഫീസ് യൂഷ്വലി സീക്സ് പേയ്മെൻറ്റ് ഫോർ എനി ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിംഗ് ഗസ്റ്റ് അക്കൗണ്ട് ബാലൻസ് ഡ്യൂറിങ് ദി ഡിപ്പാർച്ചർ ഓഫ് ദി ഗസ്റ്റ്. അടുത്ത നോൺ ഗസ്റ്റ് അക്കൗണ്ട്. നോൺ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഗസ്റ്റ് ഹൂ ഈസ് നോട്ട് റിസൈഡിങ് ഇൻ ദി ഹോട്ടൽ. അവിടെ താമസിക്കുന്ന ഗസ്റ്റ് അല്ല, ബട്ട് അവിടുത്തെ ഗസ്റ്റ് ആയിരുന്നു കാണും, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഗസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ ഹോട്ടലുമായിട്ട് സ്ഥിരമായിട്ട് എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വരുന്ന ഗസ്റ്റ് ആയിരിക്കും, അങ്ങനെയുള്ള. ബട്ട് ഹീ ഈസ് നോട്ട് സ്റ്റേയിങ് ഇൻ ദി ഹോട്ടൽ. ആ ഗസ്റ്റ് അവിടെ അപ്പോൾ താമസിക്കുന്നില്ല. അങ്ങനെയുള്ള ഗസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ഗസ്റ്റ് എന്ന് പറയുന്നത്. നോൺ ഗസ്റ്റ് അക്കൗണ്ട്സ് ആർ ദി അക്കൗണ്ട്സ് ഓഫ് നോൺ റെസിഡൻറ്റ് ഗസ്റ്റ്. അവിടെ താമസിക്കാത്ത ഗസ്റ്റിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതിലാണ്? നോൺ ഗസ്റ്റ് അക്കൗണ്ട്സ്. അത് ഏതൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ലോക്കൽ ബിസിനസ്സസ് ഓർ ഏജൻസി, ഏതെങ്കിലും ഏജൻസികളുടെ അക്കൗണ്ട്, അല്ലെങ്കിൽ ഗസ്റ്റ് ചെക്ക്ഡ് ഔട്ട് വിത്തൗട്ട് സെറ്റിലിംഗ് ദെയർ അക്കൗണ്ട്. ഗസ്റ്റ് സെറ്റിൽ ചെയ്യാതെ, ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഗസ്റ്റിൻ്റെ പേയ്മെൻറ്റ്സ് നടത്താതെ പോകുന്ന ഗസ്റ്റ്, അത് നമ്മൾ ഏതെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആയിട്ടോ അല്ലെങ്കിൽ സിറ്റി ലെഡ്ജറിലോ നമ്മളത് എൻറ്റർ ചെയ്യും. അതേപോലെ ഡിസ്പ്യൂട്ടഡ് ബിൽ അക്കൗണ്ട്, എന്തെങ്കിലും തർക്കമായ ബില്ലുകളുണ്ടെങ്കിൽ, ഗസ്റ്റും ഹോട്ടലും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തർക്ക വിഷയമുണ്ടെങ്കിൽ അതും നമ്മൾ എവിടെ എഴുതുന്നത്? നോൺ ഗസ്റ്റ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ ഗസ്റ്റ് ഹോൾഡിംഗ് ക്രെഡിറ്റ് കാർഡ് നൽകുന്ന ഗസ്റ്റ്. അപ്പോൾ ഗസ്റ്റ് അവിടെ പേയ്മെൻറ്റ് നടത്തിയില്ലല്ലോ, ഗസ്റ്റ് എപ്പോഴാണ് പേയ്മെൻറ്റ് നടത്തുന്നത്? ആ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത കമ്പനി എന്ന് പേ ചെയ്യുന്നു, അപ്പോഴേ ആ അക്കൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നുള്ളൂ. അതുവരെ നമ്മൾ എവിടെ എഴുതും? നോൺ ഗസ്റ്റ് അക്കൗണ്ടിലേക്ക് എഴുതും. പിന്നെ സ്കിപ്പർ അക്കൗണ്ട്. സ്കിപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഗസ്റ്റ് ഹു ഗോസ് ഔട്ട് ഓഫ് ദി ഹോട്ടൽ വിത്തൗട്ട് പേയിങ് ദി ബിൽ. ഗസ്റ്റ് ബില്ല് പേ ചെയ്യാതെ പോകുന്നയാളെയാണ് നമ്മൾ സാധാരണ ഹോട്ടലിൽ സ്കിപ്പർ എന്ന് പറയുന്നത്. അങ്ങനെ ബില്ല് പേ ചെയ്യാതെ പോകുന്ന വ്യക്തിയുടെ ബാലൻസ് നമ്മൾ എവിടെ എഴുതും? നോൺ ഗസ്റ്റ് അക്കൗണ്ടിലേക്ക് എഴുതും. പിന്നെ നോ ഷോ അറൈവൽ, നോ ഷോ അക്കൗണ്ട്. നോ ഷോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞു പക്ഷേ വന്നില്ല, ഉറപ്പായിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷേ വന്നില്ല, അതിനെയാണ് നമ്മൾ നോ ഷോ എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ എഴുതും? നോൺ ഗസ്റ്റ് അക്കൗണ്ടിൽ എഴുതും. പിന്നെ ബാഡ് ചെക്ക് അക്കൗണ്ട്. പോയി കഴിയുമ്പോൾ ആ ചെക്ക് വാലിഡ് അല്ലാതെ വരുന്ന ഏതെങ്കിലും ചെക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ തുകയും നമ്മൾ നോൺ ഗസ്റ്റ് അക്കൗണ്ടിലേക്ക് എഴുതും. ഇതാണ് അക്കൗണ്ട്സിൽ 2 തരത്തിലുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗസ്റ്റ് അക്കൗണ്ടും നോൺ ഗസ്റ്റ് അക്കൗണ്ട്സും.
ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്താണെന്ന് അറിയാമല്ലോ നമുക്ക്. നിങ്ങൾ നേരത്തെ അക്കൗണ്ടൻസിയിലും ഫസ്റ്റ് ഇയറിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് അക്കൗണ്ടിങ്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് ആണ്. അതായത് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത ഏതാണ്? അക്കൗണ്ടിങ് എല്ലാം ചെയ്യുന്നത് എവിടെയാണ്? ഫ്രണ്ട് ഓഫീസിലാണ്. നമ്മൾ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് ഓർ ഗസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം is an essential process to monitor the financial transactions. അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? അത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. എന്താണ്? ഓരോ അത്യാവശ്യമായ ഒരു പ്രക്രിയയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻസ് എന്ന് എന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം നമ്മൾ നിരീക്ഷിക്കണം. അതാണ് നമ്മൾ മോണിറ്റർ ചെയ്യണം. ആ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യുന്ന ആ പ്രക്രിയയാണ്. മോണിറ്റർ ചെയ്യുകയും വേണം, നമ്മളത് റെക്കോർഡ് ചെയ്യുകയും വേണം. ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് ഓർ ഗസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇസ് ആൻ എസെൻഷ്യൽ പ്രോസസ് ടു മോണിറ്റർ ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിരീക്ഷിക്കുകയും നിരീക്ഷിക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് മോണിറ്റേഴ്സ് ബോത്ത് ദി ട്രാൻസാക്ഷൻസ് ഓഫ് റെസിഡൻഷ്യൽ ആൻഡ് നോൺ റെസിഡൻഷ്യൽ ഗസ്റ്റ്. ആ ഹോട്ടലിലെ റെസിഡൻഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ താമസിക്കുന്ന ഗസ്റ്റിന്. ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് മോണിറ്റേഴ്സ് ബോത്ത് ദി ട്രാൻസാക്ഷൻ. മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ നിരീക്ഷിക്കുകയാണ്. ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എല്ലാം ഏതൊക്കെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഇടപാടുകളും. ആരുടെയൊക്കെ ഇടപാടുകളാണ്? റെസിഡൻഷ്യൽ ഗസ്റ്റും നോൺ റെസിഡൻഷ്യൽ ഗസ്റ്റ്. റെസിഡൻഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൽ താമസിക്കുന്ന ഗസ്റ്റിനെയാണ് നമ്മൾ റെസിഡൻഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹൂ ഈസ് സ്റ്റേയിങ് ഇൻ ദി ഹോട്ടൽ. നോൺ റെസിഡൻഷ്യൽ ആണെങ്കിൽ അവിടെ താമസിക്കുന്ന ഗസ്റ്റ് അല്ല, അല്ലാതെ ഒന്ന് ഈ ഫുഡ് കഴിക്കാൻ വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ വരുമോ ഒക്കെ ചെയ്യുന്ന ഗസ്റ്റിനെയാണ് നമ്മൾ നോൺ റെസിഡൻഷ്യൽ ഗസ്റ്റ്. ഹി ഈസ് നോട്ട് സ്റ്റേയിങ് ഇൻ ദി ഹോട്ടൽ. അപ്പോൾ അവിടെ താമസിക്കുന്ന ഗസ്റ്റിൻ്റെയും താമസിക്കാത്ത ഗസ്റ്റിൻ്റെ രണ്ടിൻ്റെയും എല്ലാ ട്രാൻസാക്ഷൻസ്, എല്ലാ ഇടപാടുകളും നമ്മൾ നിരീക്ഷിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുക. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡൺ ടു എൻഷുർ ദാറ്റ് all transactions made by the guest are recorded, monitored, controlled and audited. നമ്മളത് എന്ത് ഉറപ്പാക്കണം? എല്ലാ ഇടപാടുകളും, അതായത് എല്ലാ സാമ്പത്തിക ഇടപാടുകളും, ഗസ്റ്റിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അവിടെ എഴുതി വയ്ക്കുക, അതിനെ നിരീക്ഷിക്കുക, പിന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനെ അതിനെ നിയന്ത്രിക്കുക, പിന്നെ അതിനെ ഓഡിറ്റ് ചെയ്യുക. ഓഡിറ്റ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നൈറ്റ് ഓഡിറ്റൊക്കെ പഠിച്ചല്ലോ. പ്രീവിയസ് ക്ലാസ്സിൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വെരിഫൈങ് ദി അക്കൗണ്ട്സ്. നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ റെക്കോർഡ്സും നമ്മൾ വീണ്ടും അത് ഓഡിറ്റ് ചെയ്യും. അപ്പം ഇറ്റ് ഈസ് ഡൺ ടു എൻഷുർ ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻസ്, എല്ലാ ഇടപാടുകളും ഗസ്റ്റിൻ്റെ മെയ്ഡ് ബൈ ദ ഗസ്റ്റ് അവിടെ നടത്തുന്ന എല്ലാ ഇടപാടുകളും റെക്കോർഡ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക ആൻഡ് ഓഡിറ്റ് ചെയ്യുക. റെക്കോർഡ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എഴുതി വയ്ക്കുക, മോണിറ്റർ ചെയ്യുക, നമ്മൾ നിരീക്ഷിക്കുക, കൺട്രോൾ ചെയ്യുക, നമ്മൾ നിയന്ത്രിക്കുക, ആൻഡ് ഓഡിറ്റിൽ നിന്ന് നമ്മളത് വീണ്ടും ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. ട്രാൻസാക്ഷൻസ് ആർ മെയിൻറ്റെയിൻ ഫ്രം ടൈം ടു ടൈം. എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യമായി സമയാസമയങ്ങളിൽ അത് എഴുതി അവിടെ വെക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിടെ പരിപാലിക്കുക. അവിടെ എല്ലാ ഗസ്റ്റിൻ്റെ റെക്കോർഡ്സും അവിടെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ച് അവിടെ വയ്ക്കുക. ഫ്രം ടൈം ടു ടൈം, സമയാസമയങ്ങളിൽ എല്ലാ ട്രാൻസാക്ഷൻ എല്ലാം കൂടെ ലാസ്റ്റിൽ എഴുതാമെന്ന് വിചാരിച്ച് അവിടെ ലാഗ് ചെയ്ത് വെച്ചേക്കരുത്. എപ്പോഴാണോ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത്, ഏത് ഗസ്റ്റിൻ്റെ ആയാലും ആ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയം തന്നെ അവിടെ നമ്മളത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനാ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ആർ മെയിൻറ്റെയിൻ ഫ്രം ടൈം ടു ടൈം. സമയങ്ങളിൽ തന്നെ ആ ട്രാൻസാക്ഷൻസ് നമ്മളവിടെ റെക്കോർഡ് ചെയ്ത് വെക്കണം.
പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്, അതായത് കൃത്യമായി നമ്മൾ അക്കൗണ്ട്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, പരിപാലിക്കുകയാണെങ്കിൽ, ഇറ്റ് അവോയ്ഡ്സ് ഡിസ്ക്രിപ്പൻസി. എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. റവന്യൂ ആൻഡ് ലോസ് ഓഫ് റവന്യൂ, ദാറ്റ് ഈസ് പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് അവോയ്ഡ്സ് ഡിസ്ക്രിപ്പൻസി ആൻഡ് ലോസ് ഓഫ് റവന്യൂ. അതായത് കൃത്യമായി കൃത്യമായിട്ട് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊഴിവാക്കാൻ പറ്റും? പൊരുത്തക്കേടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യും. അവിടെ വരുന്ന വരുമാനങ്ങളിൽ നഷ്ടം ഒഴിവാക്കാനും പറ്റും. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് അവോയ്ഡ്സ് ഡിസ്ക്രിപ്പൻസി ആൻഡ് ലോസ് ഓഫ് റവന്യൂ. വരുമാനത്തിന് വരുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാനും പറ്റും. അതുപോലെ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇറ്റ് ഓൾസോ അവോയ്ഡ്സ് ഡിസ്പ്യൂട്ട് വിത്ത് ദി ഗസ്റ്റ് വൈൽ കളക്ടിങ് പേയ്മെൻറ്റ്സ്. നമ്മൾ പേയ്മെൻറ്റ്സ് ലാസ്റ്റിൽ ഗസ്റ്റ് ഡിപ്പാർച്ചർ ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മളെല്ലാം കൂടെ ലാസ്റ്റിൽ എഴുതാനിരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും? എല്ലാം കൊണ്ട് ചിലത് നമ്മൾ മറന്നു പോകും, ചിലപ്പോൾ ഓവർ റൈറ്റിംഗ് വരും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൃത്യസമയത്ത് നമ്മൾ എഴുതുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാവാൻ പറ്റും. ഗസ്റ്റിന് സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഗസ്റ്റിനോട് പറഞ്ഞ് നമുക്കതിനെ ക്ലിയർ ചെയ്യാനും പറ്റും. സോ അതിനാന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ അവോയ്ഡ്സ് ഡിസ്പ്യൂട്ട്സ് വിത്ത് ദ ഗസ്റ്റ് വൈൽ കളക്ടിങ് പേയ്മെൻറ്റ്സ് നമ്മൾ എപ്പോഴാണ് സാധാരണ കളക്ട് ചെയ്യുക? നമ്മൾ ഗസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് നമുക്ക് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് is an essential process to monitor the financial transactions. എന്ത് ട്രാൻസാക്ഷൻസ്? ബോത്ത് ദി ട്രാൻസാക്ഷൻസ് ഓഫ് റെസിഡൻഷ്യൽ ആൻഡ് നോൺ റെസിഡൻറ്റ് ഗസ്റ്റ്. പിന്നെ എന്തിനത് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡൺ ടു എൻഷുർ ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്, മോണിറ്റർഡ് ആൻഡ് കൺട്രോൾഡ്. പിന്നെ ട്രാൻസാക്ഷൻസ് ആർ മെയിൻറ്റെയിൻ ഫ്രം ടൈം ടു ടൈം. ഓരോ സമയാസമയങ്ങളിൽ തന്നെ നമ്മളത് എഴുതി വെക്കുകയും ചെയ്യണം. ഇത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പൊരുത്തക്കേടിൽ അവോയ്ഡ് ചെയ്യാം, വരുമാനത്തിൽ നിന്ന് വരുന്ന നഷ്ടങ്ങൾ അവോയ്ഡ് ചെയ്യാം, എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് ഒഴിവാവാൻ പറ്റും. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രണ്ട് ഓഫീസ്, ഇതിനെ നമ്മൾ പറയുന്നത് എന്തോ? ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ്. എവിടെയായാലും, നമ്മുടെ വീട്ടിലായാലും എല്ലാ അക്കൗണ്ട്സ് നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് വെക്കണമെങ്കിലേ നമുക്ക് വരുമാനവും ചിലവും കൂടെ നമുക്ക് കൃത്യമായി താരതമ്യം ചെയ്യാൻ പറ്റും. അതല്ല കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ നമുക്കത് വേറെ എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ എവിടെയും ട്രാൻസാക്ഷൻസ് എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രണ്ട് ഓഫീസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വൗച്ചർ is a documentary evidence in support of a transaction. എന്താണ് വൗച്ചർ? വൗച്ചർ ഒരു ട്രാൻസാക്ഷൻസ് നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രമാണ് വൗച്ചർ. അതായത് ഏതൊരു ട്രാൻസാക്ഷൻ നടന്നാലും, അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടന്ന് അത് നമ്മൾ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു എവിഡൻസ് വേണം, ഒരു തെളിവ് വേണം, അല്ലെങ്കിൽ ഒരു സാക്ഷ്യപത്രം വേണം. അങ്ങനെ ഒരു സാക്ഷ്യപത്രമാണ് എന്ത് നമ്മൾ പറയുന്നത്? വൗച്ചർ. വൗച്ചർ ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് തെളിയിക്കാൻ കൊടുക്കുന്ന ഒരു സാക്ഷ്യപത്രമാണ് വൗച്ചർ. വൗച്ചർ ഇസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ട്രാൻസാക്ഷൻ നടന്നു എന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു എവിഡൻസ് ആണ് വൗച്ചർ. വൗച്ചേഴ്സ് ആർ സെൻറ്റ് or electronically transferred to the front office staff or system for posting. ഈ വൗച്ചേഴ്സ് നമ്മൾ അയച്ചു കൊടുക്കും. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് എഴുതുന്നതെങ്കിൽ, അറ്റ് ഇഫ് ഇറ്റ് ഇസ് ഡൺ മാനുവലി, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് അത് എഴുതുന്നതെങ്കിൽ ആ വൗച്ചർ നമ്മൾ അവിടെ അയച്ചു കൊടുക്കും. അതല്ല സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫേർഡ്. നമ്മൾ ആ കമ്പ്യൂട്ടർ വഴി നമ്മളതിനെ മെയിൽ വഴി നമ്മൾ അയച്ചു കൊടുക്കും. എന്ത് ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ ഹോട്ടലിൽ ഏത് ട്രാൻസാക്ഷൻ നടന്നാലും അതിനൊരു എവിഡൻസ് നമുക്ക് വേണം, ഒരു തെളിവ് വേണം. അങ്ങനെ ഒരു തെളിവാണ് നമ്മുടെ ഈ വൗച്ചർ. നമ്മൾ എവിടെയെങ്കിലും നമ്മളിപ്പം NSSനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു
ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുകയാണെങ്കിൽ നമ്മളത് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും നമുക്ക് അച്ഛൻ്റെ കാണിക്കുന്ന എൻ്റെ സാധനം മേടിച്ചു, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഒരു ബില്ല് കൊടുക്കും. അപ്പോൾ എന്തൊരു ട്രാൻസാക്ഷൻ നടന്നു, കടയിൽ നമ്മൾ സാധനം മേടിച്ചു, അവരെന്ത് തരും? നമുക്കൊരു ബില്ല് തരും, ഇത്ര രൂപ നമ്മൾ കൊടുത്തു, ഇതില്ലെങ്കിൽ ഇന്നൊരു സാധനത്തിന് ഇത്ര രൂപയായി. അപ്പോൾ ഇവിടെ അതുപോലെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമ്മൾ അങ്ങ് പോസ്റ്റ് ചെയ്യും. വെറുതെ നമുക്കങ്ങ് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇത്ര രൂപയായി എന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ പോസ്റ്റിങ്ങിന്, അതായത് അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്ന ഓരോ തുകയ്ക്കും നമുക്കതിന് സപ്പോർട്ടീവായിട്ടുള്ള നല്ലൊരു എവിഡൻസ് വേണം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി, ഒരു സാക്ഷ്യപത്രം നമുക്കവിടെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വൗച്ചേഴ്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ അയച്ചു കൊടുക്കും? ഇഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണെങ്കിൽ ഇറ്റ് ഈസ് മാനുവലി സെൻഡ് ടു ദി ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫേർഡ് ടു ദി സിസ്റ്റം ഫോർ പോസ്റ്റിംഗ്. ഇത് സിസ്റ്റത്തിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് അക്കൗണ്ടിലേക്ക് അവർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഓട്ടോമേറ്റഡ് ഫ്രണ്ട് ഓഫീസ് സിസ്റ്റം റിക്വയർസ് ഫ്യൂ പേപ്പർ വൗച്ചേഴ്സ്. എല്ലാ ഫ്രണ്ട് ഓഫീസ് നമ്മൾ മാനുവലായിട്ട് ചെയ്താലും ശരി, മെഷീനിലാണ് ചെയ്തില്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും ശരി, ഇതിനെല്ലാം എവിഡൻസ് ആയിട്ട് നമ്മൾ ഫ്യൂ പേപ്പർ വൗച്ചേഴ്സ് നമ്മളവിടെ കാണണം. മോസ്റ്റ് ഓട്ടോമേറ്റഡ് ഫ്രണ്ട് ഓഫീസ് സിസ്റ്റംസ് റിക്വയർസ് ഫ്യൂ പേപ്പർ വൗച്ചേഴ്സ്. ഇപ്പോൾ വൗച്ചർ ഇസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് ആണ് വൗച്ചർ. ഇഫ് ദ വൗച്ചേഴ്സ് എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് സെൻഡ് ടു ദി ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് മാനുവലി, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ആണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ടു ദി കമ്പ്യൂട്ടർ ഫോർ പോസ്റ്റിംഗ്. എല്ലാ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ എല്ലാ ഫ്രണ്ട് ഓഫീസ് സിസ്റ്റത്തിനും ഫ്യൂ പേപ്പർ വൗച്ചേഴ്സ് നമുക്ക് ആവശ്യമാണ്. there are different types of vouchers. പല തരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്യാഷ് വൗച്ചർ, ചാർജ് വൗച്ചർ, ട്രാൻസ്ഫർ വൗച്ചർ, അലവൻസ് വൗച്ചർ, പെയ്ഡ് ഔട്ട് വൗച്ചേഴ്സ്. ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന വൗച്ചേഴ്സ്. there are different types of vouchers. ഏതൊക്കെയാണ്? few vouchers used in front office accountings are: 1. cash voucher. cash voucher എന്തിനാണ്? to record all cash transactions. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ക്യാഷ് വൗച്ചർ എഴുതും. അടുത്തത് ചാർജ് വൗച്ചർ. ഈ ചാർജ് വൗച്ചർ എഴുതുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ്. ക്യാഷ് വൗച്ചർ ക്യാഷ് ട്രാൻസാക്ഷൻസും, ചാർജ് വൗച്ചർ ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും നമ്മൾ ചാർജ് വൗച്ചേഴ്സ് എടുക്കും. ട്രാൻസ്ഫർ വൗച്ചർ, നമ്മൾ ഒരു അക്കൗണ്ടിൽ നിന്നും അടുത്ത അക്കൗണ്ടിലേക്ക് മാറ്റുവാണെങ്കിൽ, ആ എഴുതിയത് നമ്മൾ ഒരു അക്കൗണ്ടിൽ നിന്നും തെറ്റിപ്പോയി, ഒരു അക്കൗണ്ടിൽ നിന്ന് നമ്മൾ അടുത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് വൗച്ചർ വയ്ക്കും? ട്രാൻസ്ഫർ വൗച്ചർ വയ്ക്കും. അലവൻസ് വൗച്ചർ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ദിസ് ഇസ് ടു റെക്കോർഡ് അലവൻസ് ഗിവൻ ടു ദി ഗസ്റ്റ്. ഗസ്റ്റിന് നമ്മൾ എന്തെങ്കിലും അലവൻസ് കൊടുക്കും. സാധാരണ എയർലൈൻ ക്രൂസ് അങ്ങനെയൊക്കെ ഹോട്ടലുകാർ അലവൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ അലവൻസ് കൊടുക്കുമ്പോൾ നമ്മൾ അലവൻസ് വൗച്ചറാണ് ഉപയോഗിക്കുക. പെയ്ഡ് ഔട്ട് വൗച്ചർ ടു റെക്കോർഡ് എനി ക്യാഷ് ഡിസ്ബേഴ്സ്ഡ് ബൈ ദി ഹോട്ടൽ ഓൺ ബിഹാഫ് ഓഫ് ദി ഗസ്റ്റ്. ഗസ്റ്റിന് വേണ്ടി ചിലവാക്കാൻ നമ്മൾ ചിലപ്പോൾ പൈസ കൊടുക്കും ഗസ്റ്റിന് വേണ്ടി. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് വൗച്ചറാണ് അവിടെ ഉപയോഗിക്കുന്നത്? പെയ്ഡ് ഔട്ട് വൗച്ചേഴ്സ്. ദീസ് ആർ ദി ഫ്യൂ വൗച്ചേഴ്സ് യൂസ്ഡ് ഇൻ ദി ഹോട്ടലിൽ ഉപയോഗിക്കുന്ന വൗച്ചേഴ്സ്. 1. ക്യാഷ് വൗച്ചർ ടു റെക്കോർഡ് ക്യാഷ് ട്രാൻസാക്ഷൻ, ചാർജ് വൗച്ചർ ടു റെക്കോർഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ട്രാൻസ്ഫർ വൗച്ചർ ടു റെക്കോർഡ് എനി ട്രാൻസ്ഫർ ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ, അലവൻസ് വൗച്ചർ ടു റെക്കോർഡ് ദി അലവൻസ് ഗിവൻ ടു ദി ഗസ്റ്റ്. ഗസ്റ്റിന് കൊടുക്കുന്ന അലവൻസ് എഴുതുവാണെങ്കിൽ അലവൻസ് വൗച്ചർ. പെയ്ഡ് ഔട്ട് വൗച്ചർ ആണെങ്കിൽ ടു റെക്കോർഡ് എനി ക്യാഷ് ഡിസ്ബേഴ്സ്ഡ് ബൈ ദി ഹോട്ടൽ ഓൺ ബിഹാഫ് ഓഫ് ദി ഗസ്റ്റ്. ഹോട്ടലുകാർ ഗസ്റ്റിന് വേണ്ടി ചിലവാക്കുന്ന ഏതെങ്കിലും തുകയ്ക്കുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് വൗച്ചർ വയ്ക്കും? പെയ്ഡ് ഔട്ട് വൗച്ചർ. അപ്പോൾ വൗച്ചർ എന്താണ്? വൗച്ചർ ഇസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഏതൊക്കെ തരത്തിലുള്ള വൗച്ചേഴ്സ് നമ്മൾ കണ്ടു? ക്യാഷ് വൗച്ചർ, ചാർജ് വൗച്ചർ, ട്രാൻസ്ഫർ വൗച്ചർ, അലവൻസ് വൗച്ചർ ആൻഡ് പെയ്ഡ് ഔട്ട് വൗച്ചേഴ്സ്. മനസ്സിലായല്ലോ? ഇപ്പോൾ വൗച്ചർ എന്താണെന്നും ഏതൊക്കെ ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് ഉണ്ടെന്നും മനസ്സിലായി. Folios. Folios are account statement showing the charges of front office transaction. എന്താണ് ഫോളിയോ? ഫോളിയോ ഓരോ ഗസ്റ്റിൻ്റെയും ഫ്രണ്ട് ഓഫീസ് ട്രാൻസാക്ഷൻസ് എഴുതി കാണിക്കുന്ന
സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോളിയോസ്. ഫോളിയോസ് ആർ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി ചാർജസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ട്രാൻസാക്ഷൻ. ഫ്രണ്ട് ഓഫീസ് ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാ ചാർജസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോളിയോസ്. Folio is a master bill in which all cash and credit transactions are recorded. ഫോളിയോ എന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ ബില്ലാണ്. അതായത് ഫ്രണ്ട് ഓഫീസിൽ ഒരു ഗസ്റ്റിൻ്റെ ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്യാഷും ക്രെഡിറ്റ് ഇടപാടുകളും രേഖപ്പെടുത്തുന്ന മാസ്റ്റർ ബില്ലിനെയാണ് നമ്മൾ ഫോളിയോ എന്ന് പറയുന്നത്. ഫോളിയോ is a master bill in which all cash and credit transactions are recorded. Folio is a statement of all transactions affecting the balance of a single account. ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫോളിയോ എന്ന് പറയുന്നത്. ഓരോ ഫോളിയോയും ഓരോ ഗസ്റ്റിനും ഓരോ ഫോളിയോ ആണ്. പിന്നെ ഫോളിയോ ഇസ് അസൈൻഡ് വിത്ത് എ സ്റ്റാർട്ടിംഗ് ബാലൻസ് ഓഫ് 0. എല്ലാ ഫോളിയോസിനും 0 ബാലൻസ് ആയിരിക്കും. നമ്മൾ ഫോളിയോസ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം അവരുടെ ബാലൻസ് 0 ആയിരിക്കും. ഒന്നും നമ്മളവിടെ എൻറ്റർ ചെയ്യുന്നില്ല. പിന്നെ ഓരോ ട്രാൻസാക്ഷൻസും വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഇടപാടുകളും ഫ്രണ്ട് ഓഫീസുമായിട്ട് ഈ ഗസ്റ്റ് നടത്തുന്നതിനനുസരിച്ച് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇൻ എ ഫോളിയോ ഓൾ ദി ട്രാൻസാക്ഷൻസ്, ഫോളിയോയിൽ എല്ലാ ഇടപാടുകളും എല്ലാ ട്രാൻസാക്ഷൻസും, അതായത് ഡെബിറ്റ്സ്, അതായത് ഫോളിയോസിൻ്റെ ആ ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നതായാലും ഡിക്രീസ് ചെയ്യുന്നുള്ള പേയ്മെൻറ്റ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ഗസ്റ്റിൻ്റെ പേയ്മെൻറ്റ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഗസ്റ്റ് പേയ്മെൻറ്റ്സ് കൊടുക്കും, അതുകൊണ്ട് ബാലൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസും എല്ലാം എൻട്രി ചെയ്ത് അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഫോളിയോ എന്ന് പറയുന്നത്. ഫോളിയോയിൽ എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ഇടപാടുകളും ഓൾ ദി ട്രാൻസാക്ഷൻസ് എന്താണ് ഫോളിയോയുടെ ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും അത് കുറയ്ക്കുന്നതും കൂട്ടുന്നതുമായ എല്ലാ അക്കൗണ്ട്സും നമ്മൾ അവിടെ രേഖപ്പെടുത്തി വെക്കും. അറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഗസ്റ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ ഡിപ്പാർച്ചർ അല്ലെങ്കിൽ ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ എ ഗസ്റ്റ് ഫോളിയോ ഷുഡ് ബി റിട്ടേൺ ടു 0 ബാലൻസ്. നമ്മൾ നേരത്തെ പഠിച്ചു ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ഗസ്റ്റ് ഫോളിയോ തുടങ്ങുമ്പോൾ എന്ത് ബാലൻസ് ആയിരിക്കും, 0 ബാലൻസ് ആയിരിക്കും. അതേപോലെ സെറ്റിൽമെൻറ്റിൻ്റെ സമയത്തും ഗസ്റ്റ് ഫോളിയോ എവിടെ കൊണ്ടുവരണം നമ്മൾ, ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ബാക്ക് ടു 0 അത് കൊണ്ടുവരണം. ഗസ്റ്റ് ക്യാഷാണ് തരുന്നതെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഗസ്റ്റിൻ്റെ എന്താണോ ബാലൻസ് ഉള്ളത് അത് ക്യാഷായിട്ട് മേടിക്കുക, നമ്മൾ അവരുടെ ഗസ്റ്റ് ഫോളിയോ അങ്ങ് ക്ലോസ് ചെയ്യുക. അതല്ല ബൈ ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ അക്കൗണ്ടിൻ്റെ എന്ത് ബാലൻസ് ഉണ്ടോ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു അനദർ അക്കൗണ്ട്. നമുക്ക് ഉള്ള ഗസ്റ്റ് തരാനുള്ള എന്ത് ബാലൻസ് ആയാലും അത് നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യണം, മാറ്റി നമ്മൾ എഴുതണം. അറ്റ് സെറ്റിൽമെൻറ്റ് അതാണ് പറയുന്നത്. അറ്റ് സെറ്റിൽമെൻറ്റ് എ ഗസ്റ്റ് ഫോളിയോ ഷുഡ് ബി റിട്ടേൺ ടു 0 ബാലൻസ്. ലാസ്റ്റിൽ തുടങ്ങുമ്പോഴും 0 ബാലൻസ് ആയിരിക്കണം, ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്യുമ്പോഴും 0 ബാലൻസ് ആയിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും രേഖപ്പെടുത്തിയിട്ട് സെറ്റിൽമെൻറ്റ് സമയത്ത് ക്യാഷ് മേടിക്കണം. ക്യാഷ് അല്ല ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഏജൻസിയോ കമ്പനീസോ ആണ് തരുന്നെങ്കിൽ ഇറ്റ് ഷുഡ് ബി എന്താണോ അമൗണ്ട് ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു അനദർ അക്കൗണ്ട്. The process of recording transactions on a folio is called posting. ഓരോ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഓരോ ഇടപാടുകളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫോളിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, പോസ്റ്റിംഗ് എന്ന് പറയും. അതായത് നമ്മൾ ഈ ഓരോ ഇടപാടുകളും അവിടെ എഴുതി വെക്കുന്ന ആ പ്രക്രിയയെ നമ്മൾ എന്ത് പറയണം, പോസ്റ്റിംഗ് എന്ന് നമ്മൾ പറയും. The process of recording transactions on a folio is called posting. ഓരോ ഇടപാടുകളും ആ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പ്രക്രിയയെ നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയും. ഓരോ ഹോട്ടലിലും പലതരത്തിലുള്ള ഫോളിയോസ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളിയോസ് യൂസ്ഡ് ഇൻ എ ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിൽ യൂസ് ചെയ്യുന്ന പലതരം ഫോളിയോസ് ഉണ്ട്. ഏതൊക്കെ ഫോളിയോസ് ആണ്? ഗസ്റ്റ് ഫോളിയോ, മാസ്റ്റർ ഫോളിയോ, നോൺ ഗസ്റ്റ് ഫോളിയോ, എംപ്ലോയീസ് ഫോളിയോ, പെർമനൻറ്റ് ഫോളിയോ, സ്പെഷ്യാലിറ്റി ഫോളിയോസ്. These are the folios usually found in a front office of a hotel.
ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഫോളിയോസ് ഇതൊക്കെയാണ്. ഗസ്റ്റ് ഫോളിയോയിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? ഗസ്റ്റ് ഫോളിയോയിൽ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് റെസിഡൻറ്റ് ഗസ്റ്റ്. ഇപ്പോൾ റെസിഡൻറ്റ് ഗസ്റ്റ് എന്താണെന്നറിയാലോ, അവിടെ താമസിക്കുന്ന ഗസ്റ്റിനെയാണ് നമ്മൾ റെസിഡൻറ്റ് ഗസ്റ്റ് എന്ന് പറയുന്നത്. ആ റെസിഡൻറ്റ് ഗസ്റ്റിൻ്റെ എല്ലാ ഇടപാടുകളും നമ്മൾ രേഖപ്പെടുത്തുന്നത് ഏതിലാണ്? ഗസ്റ്റ് ഫോളിയോയിലാണ്. ഗസ്റ്റ് ഫോളിയോ നമ്മൾ എന്ത് രേഖപ്പെടുത്തും? ഗസ്റ്റിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഓരോ ഗസ്റ്റിൻ്റെ റെസിഡൻറ്റ് ഗസ്റ്റിൻ്റെ അവിടെ താമസിക്കുന്ന ഗസ്റ്റിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ഗസ്റ്റ് ഫോളിയോയിൽ എഴുതും. മാസ്റ്റർ ഫോളിയോയിലാണെങ്കിലോ, മാസ്റ്റർ ഫോളിയോയിലാണെങ്കിൽ ഗ്രൂപ്പായിട്ട് വരുന്നവരുടെ ചാർജസ് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തും. മാസ്റ്റർ ഫോളിയോയിൽ എന്തെഴുതും? എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇറ്റ്സ് യൂസ് ഫോർ റെക്കോർഡിംഗ് ചാർജസ് ഓഫ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ്സിൻ്റെ എല്ലാം ചാർജസ് രേഖപ്പെടുത്തുന്നത് മാസ്റ്റർ ഫോളിയോയിൽ. അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റെസിഡൻറ്റ് ഗസ്റ്റും ഉണ്ട്, നോൺ റെസിഡൻറ്റ് ഗസ്റ്റും ഉണ്ട്. നോൺ റെസിഡൻറ്റ് ഗസ്റ്റിനാണെങ്കിൽ എന്താ? ദേ ആർ നോട്ട് സ്റ്റേയിങ് ഇൻ ദി ഹോട്ടൽ, അവിടെ താമസിക്കുന്ന ഗസ്റ്റ് അല്ല. അങ്ങനെയുള്ള ഗസ്റ്റിൻ്റെ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഇതിനകത്താണ് നോൺ ഗസ്റ്റ് ഫോളിയോസ്. നോൺ ഗസ്റ്റ് ഫോളിയോ ഇറ്റ് ഈസ് യൂസ് ഫോർ റെക്കോർഡിംഗ് നോൺ ഗസ്റ്റ് ട്രാൻസാക്ഷൻസ്. അവിടെ താമസിക്കാത്ത ഗസ്റ്റിൻ്റെ എല്ലാം ട്രാൻസാക്ഷൻസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് നോൺ ഗസ്റ്റ് ഫോളിയോയിലാണ്. പിന്നെ അവിടുത്തെ എംപ്ലോയി ഫോളിയോയിൽ എന്ത് റെക്കോർഡ് ചെയ്യും? എംപ്ലോയി ഫോളിയോയിൽ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ എല്ലാ ട്രാൻസാക്ഷൻസും അവിടെ റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ എംപ്ലോയീസ് ഫോളിയോ ഇസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് എംപ്ലോയീസ് അക്കൗണ്ട്. എംപ്ലോയിയുടെ എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തുന്നത് എംപ്ലോയീസ് ഫോളിയോ. പിന്നെ അടുത്ത് പെർമനൻറ്റ് ഫോളിയോ. പെർമനൻറ്റ് ഫോളിയോയിൽ നമ്മൾ എന്തോ റെക്കോർഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ഫോർ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്, കമ്പനീസ്, ട്രാവൽ ഏജൻസീസ് എല്ലാം. നമ്മൾ പറഞ്ഞു കുറേ പേര് കമ്പനി വഴിയാണ് അവിടെ ഹോട്ടലിൽ താമസിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി വരും. അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മൾ ഇവരുടെ ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവരുടെ അക്കൗണ്ടെല്ലാം വേറൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഈ പെർമനൻറ്റ് ഫോളിയോയിലാണ് നമ്മൾ ഏതൊക്കെ എഴുതുന്നത്? ഈ ക്രെഡിറ്റ് കാർഡ്സ് തരുന്ന വ്യക്തിയുടെ കമ്പനീസാണ് പേയ്മെൻറ്റ്സ് നടത്തുന്നത്, അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയിലാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമ്മൾ റിസർവേഷൻ ടൈമിൽ തന്നെ അവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും ക്രെഡിറ്റ് കാർഡാണോ അല്ലെങ്കിൽ കമ്പനീസാണോ. നമുക്കറിയാൻ പറ്റും ഇവരാരാണ്, അല്ലെങ്കിൽ ആരാണോ അവിടെ റിസർവേഷൻ നടത്തുന്നത്, അവരാണ് അത് പേയ്മെൻറ്റ്സ് നടത്താൻ ബാധ്യസ്ഥൻ. അപ്പോൾ ഇത് കമ്പനീസാണ് അവിടെ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് അവിടെ റൂം അലോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പെർമനൻറ്റ് ഫോളിയോയിൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതും. ഇപ്പോൾ പെർമനൻറ്റ് ഫോളിയോയിൽ എന്തെഴുതും? റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്, കമ്പനീസ്, ട്രാവൽ ഏജൻസീസ് എക്സെട്ര. ലാസ്റ്റിൽ സ്പെഷ്യാലിറ്റി ഫോളിയോ. അത് ഇറ്റ് ഇസ് യൂസ് ഫോർ റെക്കോർഡിംഗ് സ്പെഷ്യൽ നീഡ്സ്. എന്തെങ്കിലും അത്യാവശ്യമായ ഘടകങ്ങൾ, ഇതിലൊന്നും പെടാത്ത എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് സ്പെഷ്യാലിറ്റി ഫോളിയോയിൽ എഴുതും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഫോളിയോ. മെയിനായിട്ട് നമ്മൾ അറിയാവുന്നത് ഫോളിയോ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി ചാർജസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ട്രാൻസാക്ഷൻസ്. ഇറ്റ് ഈസ് എ മാസ്റ്റർ ബിൽ ഇൻ വിച്ച് ഓൾ ദി ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. പിന്നെ ഫോളിയോ തുടങ്ങുമ്പോഴും ഏത് ബാലൻസ് ആയിരിക്കണം? 0 ബാലൻസ് ആയിരിക്കണം. ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും 0 ബാലൻസ് ആയിരിക്കണം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് folios: guest folio, master folio, non-guest folio, employees folio, permanent folio and speciality folios. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് ഫോളിയോ. നെക്സ്റ്റ്